ചായട്ടാ ഇട്ടില്ല, ഇട്ട് കുടിച്ചോ. അതെന്തിടാത്തത്? ദോശ കണ്ടില്ലേ? ദോശ ഇടണം. ആദ്യം ദോശ ചൂടണം. ചായ ഇടണ്ടേ? ഇത്ര വെള്ളം മതിയാ? കുറച്ചുകൂടെ വെക്ക്. എനിക്ക് മാത്രമേ മതി, കുറച്ചുകൂടെ വയ്ക്കണ്ട. അങ്ങനെ അമ്മേ, ഫീസാ ഇന്ന് ഫീസ് കൊടുക്കാന്ന് പറഞ്ഞല്ലേ? ആ, മറ്റന്നാ തരാം. മറ്റന്നാളാ? അന്ന് ഞാൻ മറ്റന്നാ ട്യൂഷൻ പോയിക്കോളാം. ആ, എന്നാ മറ്റന്നാ പോയാ മതി. അപ്പൊ ഞാൻ നാളെ ട്യൂഷൻ പോകണ്ടേ? ചട്ട കൊടുത്തിട്ട് പോയ അതിന്റെ ഇടക്ക്. പോണില്ലെങ്കിൽ പോവണ്ട. അമ്മ എന്തെന്നാ അമ്മ പറയുന്നേ? ട്യൂഷൻ ക്ലാസ് എല്ലാരും ഫീസ് കൊടുത്തു തുടങ്ങി, ഞാൻ മാത്രം. അതുപോലെ ട്യൂഷൻ കട്ട് ചെയ്യുന്ന എന്റെ പോർഷൻസും പോവും. ലച്ചു, നീ എന്റെ വായിരിക്കണ രാവിലെ കേൾക്കണ്ട കേട്ടാ. നിനക്ക് ട്യൂഷൻ ഫീസ് അവന് മദ്രാസിൽ പോകാൻ 5000 രൂപ ചോദിച്ചിരിക്കുകയാണ്. ഞാൻ അത് കൊടുക്കണം. അവന്ന് മദ്രാസിൽ പോണു. ആ, എന്നാ പോണെന്ന് അറിയില്ല, ചോദിച്ചിട്ടുണ്ട്. തേയില അവിടെ ഇരിപ്പുണ്ട്. പാലു ഇവിടെ ഇല്ല. ഒന്ന് പോയാ അവള്. ദേഷ്യപ്പെടണേ. എന്റെ ബാലു, ഇവക്ക് ട്യൂഷൻ ഫീസ്. അവൻ 5000 രൂപ മദ്രാസിൽ പോവാൻ. വാടക ഇതുവരെ കൊടുത്തിട്ടില്ലെന്നേ. 2 മാസം പത്രക്കാശ് കൊടുക്കാനുണ്ട്. അത് കൂടാതെ ശമ്പളം ഉണ്ടെങ്കിൽ മര്യാദക്ക് കിട്ടണില്ല. 10-ാം തീയതി കിട്ടുള്ളൂ എന്നൊക്കെ പറയണ്ട. 5-ാം തീയതി കിട്ടിക്കൊണ്ടിരുന്നതാ. നീ തേയിലയിട്. ഇടാം. ഇതാണ് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ഒരു കാര്യം. കൃത്യസമയത്ത് ചെല്ലണം. എന്നാൽ കൃത്യസമയത്ത് ശമ്പളം തരുമോ? ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാത്തത്. ആ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്. 1-ാം തീയതി കറക്റ്റായിട്ട് ശമ്പളം കിട്ടുന്ന ഒരു ജോലി മേടിച്ചു തരാം. പോകോ? ദോശ കരിഞ്ഞു. പോകുമെന്ന്. ഇനി എനിക്ക് ഏജാറായില്ലേ? നീ പോയിട്ട് കാര്യമുണ്ടോ? ബാലു ഒന്ന് പോയേ. ഇവിടെ വാ. ദോശ മറിച്ചിട്. ഇവിടെ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ പാടെ എനിക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. നിങ്ങൾക്കെല്ലാം തമാശ. എന്റെ അച്ഛനെങ്കിലും ഞങ്ങളുടെ ഫീസ് തന്നൂടെ? അതെന്താ അച്ഛനെങ്കിലും? എടി, എനിക്ക് കിട്ടുന്ന 500,000 ഒക്കെ ഞാൻ നിന്റെ അമ്മയുടെ അല്ലേ കൊണ്ട് ഏൽപ്പിക്കണത്. 500,000 തരുന്നുണ്ട്. ഓ, അത് മൊത്തം എടുത്താ? 500,000 വിട്ടോട് തരുന്നുണ്ട്. പക്ഷെ അത് കടലിൽ കൊണ്ടേ കായം കലക്കണ പോലെയുള്ളു. നിങ്ങൾക്കല്ല, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാന്നേ. വെറുതെ സമയം മെനക്കെടുത്താനായിട്ട്. ഈ ദോശ ഒന്ന് നോക്കിക്കോണേ. എനിക്ക് വേറെ എടുക്കണേ. വയറെടുക്കണേ കക്കുസി പോകും. മറ്റന്നായെങ്കിലും എന്റെ ഫീസ് കിട്ടുമോ? എന്റെ പൊന്നു മക്കളെ, അച്ഛൻ ട്രൈ ചെയ്യാം. എങ്ങനെയെങ്കിലും അടുത്ത മാസം വാങ്ങി തരാം നിനക്ക്. ആ, അച്ഛൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ലെന്ന് അർത്ഥം. നീ പഞ്ചാര എവിടെ? വേണ്ട നില്ല. എനിക്ക് ശരിയാവില്ല. തിന്നാ വേണ്ടേ? കഴിച്ചേടാ. പെട്ടെന്ന് കഴിച്ചേ. സാമ്പാർ വേണ്ടേ? പെട്ടെന്ന് കഴിക്കും. എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. അമ്മ, എന്റെ ട്രൂപ്പില്ലേ, അതിന്ന് 2 പേര് പോയി. അതിനാ എനിക്ക് അടുത്ത മാസം 12-ാം തീയതി ഒരു ഷോ ഉണ്ടായതാ. അതിന്റെ ഇടയിൽ പക്ഷെ ഞാൻ വേറെ 2 പേര് കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ സംഭവം എന്താ അറിയോ? ഈ ഡാൻസിന്റെ കോസ്റ്റ്യൂമും പ്രോപ്പർട്ടീസും അഡ്വാൻസും എല്ലാം കൂടി ഒരു 10,000 രൂപയാവും. 10,000 രൂപ ഇപ്പൊ ഞാൻ തരണമായിരിക്കും അല്ലേ? പോ വിഷ്ണുവിടുന്ന്. ഇവിടെ മനുഷ്യനാകെ ടേഷൻ അടിച്ചിരിക്കുക. 10,000 രൂപ പോയാ. അമ്മ പ്ലീസ് അമ്മ, ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ട്രൂപ്പ് ഉണ്ടാക്കിയെന്നറിയോ? അമ്മ ഇപ്പൊ പൈസ എന്തെങ്കിലും ട്രൂപ്പ് മിക്കവാറും പൊളിയും. ആ, പൊളിയണേ, പൊളിയട്ടെ. വീട്ടില് ബുദ്ധിമുട്ട് അറിഞ്ഞോണ്ട മക്കൾ വളരെ. ചെന്ന് അച്ഛനോട് ചോദിക്കും. അമ്മ പ്ലീസ്. എന്തടാ? ട്രൂപ്പ് മിക്കവാറും പൊളി വെച്ചാ. അച്ഛാ, ചേട്ടാ പാവാ. അച്ഛൻ്റെ കയ്യിലൊരു 10,000 രൂപ ഉണ്ടെങ്കിൽ കൊടുത്തേരും. 10,000 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കാൻ. ചേട്ടാ പൊടി എഴുന്നോ? എന്തടാ? നീ കരയണ? അയ്യേ, എടാ, ആണുങ്ങൾ ആരെങ്കിലും കരയോടാ? എടാ, നീ വിചാരിച്ച വേറെ ട്രൂപ്പ് ഉണ്ടാക്കാം. പോണൊരു പോട്ടറാ. ഇല്ല അച്ഛാ, ഈ ട്രൂപ്പുകൾ ഞാൻ വേറെ ട്രൂപ്പ് ഉണ്ടാക്കില്ല. ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാ ഈ ട്രൂപ്പ് ഉണ്ടാക്കിയത്. ഞാൻ പോണു. നീ ഇവിടെ പോണു? എങ്ങോട്ടോ? അച്ഛാ, അച്ഛനെങ്ങോട്ടാ പോവാ? അച്ഛൻ ഒരു സ്ഥലം വരെ പോണം. എങ്ങനെയെങ്കിലും എൻ്റെ ചെറുക്കൻ്റെ ട്രൂപ്പ് തിരിച്ചു പിടിക്കണം. എല്ലാം കൂടി നടക്കുവോ? അച്ഛൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. അച്ഛനെവിടെ? ഏതൊക്കെ ഐഡിയ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പോയില്ലേ നീ ഇതുവരെ? എന്താ താളത്ത് വിളിക്കണേ? പോണില്ലേ? ഡീ, നിനക്കൊന്ന് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതല്ലേ? വേഗം ചെല്ല്, വൈകണ്ട. ഞാൻ പോവാ. വിഷ്ണു, രണ്ടുപേരും ഇല്ല. ആരും ഞാനൊക്കെ എങ്ങനെ ഇപ്പൊ പോണേ? അമ്മ ധൈര്യമായി പോയിക്കോ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അച്ഛനെ പറ്റും. ശരി. അമ്മേ, നമ്മുടെ ഉഷചേട്ടന്റെ ട്രൂപ്പിനെ 10,000 രൂപ ആണെന്ന് പറഞ്ഞില്ലായിരുന്നോ? അമ്മ കൊടുക്കൂല്ലേ? അത് രണ്ടുപേരും പോയിരുന്നു പഠിക്കേ. പ്ലാൻ ഏറ്റില്ലടാ.
അമ്മയുടെ പോയി. അമ്മ ഓഫീസിൽ പോയി, ചേച്ചി സ്കൂളിലും പോയി. പിന്നെ നിങ്ങളെന്ത് പോകാതെ? അച്ഛൻ ഇന്ന് ശനിയാഴ്ചയാ. ഓ, പിന്നെ അവളെന്തിനു പോയത്? അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അച്ഛൻ എന്താ ഇത് അച്ഛൻ്റെ പരസ്യം. അച്ഛൻ ഇനി ഇങ്ങനെ ശരിയാവില്ല മക്കളെ. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്. ഇതാണ്ട ഇലക്ട്രോണിക്സ് വർക്കുകൾക്ക് സമീപിക്കുക. അടിയിൽ അച്ഛൻ്റെ മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ആൾക്കാർ ഒരുപാട് വർക്കുകൾ അച്ഛന് തരും. അങ്ങനെ അച്ഛന് ഒരുപാട് പൈസ ഉണ്ടാവും. അതുകൊണ്ട് അച്ഛന് ഇവിടെ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാണ്ടല്ലോ. എന്തൊക്കെയുണ്ട്? അമ്മയ്ക്ക് പൈസ കൊടുക്കണം, ഗ്യാസിന് പൈസ അടയ്ക്കണം, നിങ്ങൾക്ക് ഫീസ് തരണം, ഒക്കെ ചെയ്യും. അച്ഛാ, ഈ എല്ലാവരും ഇങ്ങനെ വർക്കൊക്കെ കൊണ്ടുവരുമ്പോ ഒരു കാർ വാങ്ങിക്കാനുള്ള പൈസയാവോ മൊത്തത്തില്? കാറാ? ബസ് വാങ്ങിക്കാം നമുക്ക്. പിന്നെ മക്കളെ, ഇത് നമുക്ക് എല്ലായിടത്തും ഒട്ടിക്കണം. എങ്ങനെ ഒട്ടിക്കും? അതിന് പശ വേണം. മൈദമാവുണ്ടോ? ചോറുണ്ടോ? ചോറൊന്നും ഇല്ല ഇവിടെ. അയ്യോ, പിന്നെ അങ്ങനെ ഒട്ടിക്കും? ഒട്ടിക്കാൻ ഞങ്ങളും വരാം. എന്റെ കയ്യിൽ ഗമ്മുണ്ട് കേട്ടാ. ഗമ്മുണ്ടാ? ഇത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുകൂടാ? എടുത്തിട്ട് വരാം. ഇലക്ട്രോണിക്സ് കീറുകളല്ലേ സമീപിക്കുക ബാലു. മോളെ പെട്ടെന്ന് എടുത്തോണ്ട് വാ. ദാ വരുന്നു. വേഗം വാ.